കാത്തിരുന്ന മലയാളികൾ ഒന്നടങ്കം ചേർത്ത് നിർത്തിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസമാണെന്ന്. ഇന്ന് അവിടെ നടക്കുന്നത് പുനരധിവാസമല്ല, മറിച്ച് ജീവിതം പുനർനിർമ്മിക്കുകയാണ്. 2024 ജൂലൈ 30. ആ ദിവസം ആർക്കും ഒരു വേദനയോടെയല്ലാതെ ഓർക്കാൻ പറ്റില്ല. കേരളക്കരയുടെ ഉള്ളുലച്ച ആ ദിവസത്തെ മുറിവുണക്കാൻ നാട് മുഴുവൻ ഒന്നിച്ചിറങ്ങിയപ്പോൾ ഉയരു കൊടുക്കാൻ ഇടതുപക്ഷ സർക്കാരാണ് മുന്നിൽ നിന്നത്. ഉറ്റവരും ഉടയവരും ഒരേ ചുവരിനപ്പുറം ഉണ്ടും ഉറങ്ങിയും ജീവിച്ചവരും മണ്ണിനടിയിൽ മറഞ്ഞപ്പോൾ ബാക്കി വന്ന ജീവനും കയ്യിൽ പിടിച്ച് ഓടി രക്ഷപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ LDF ഗവൺമെന്റ് അരമുറുക്കിയിറങ്ങി. അതിന്റെ നേർസാക്ഷ്യമാണ് ഇന്ന്. ദുരന്തം പുറം ലോകം അറിഞ്ഞ നിമിഷത്തിൽ തന്നെ സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി. കഴിയാവുന്നത്ര വേഗത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചവരെയെല്ലാം ഇരു കൈയും നീട്ടി രക്ഷപ്പെടുത്തി. അടുത്ത ഘട്ടം പുനരധിവാസമായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഏറ്റവും അടുത്ത ദിവസം തന്നെ സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഓരോ മനുഷ്യർക്കും അവർ അർഹിക്കുന്ന ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാൻ സർവ്വസജ്ജമായിരുന്നു സർക്കാർ. ആദ്യഘട്ടമായി ഭൂമി ഏറ്റെടുക്കേണ്ടതിന്റെ ഭാഗമായി കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും കോട്ടപ്പടിയിലെ നെടുമ്പാല എസ്റ്റേറ്റും ഏറ്റെടുക്കാൻ ഉത്തരവായി. ദുരന്തം ബാധിച്ച ഓരോരുത്തരെയും കണ്ടുപിടിക്കുന്നതായിരുന്നു അടുത്ത ഘട്ടം. ടൗൺഷിപ്പിന്റെ ഭാഗമാകാൻ താല്പര്യമില്ലാത്തവർക്ക് 15 ലക്ഷം രൂപ വീതം നൽകി. ടൗൺഷിപ്പിന്റെ ഭാഗമാകാൻ 402 കുടുംബങ്ങൾ സന്നദ്ധത അറിയിച്ചു. ആകെ 410 വീടുകളും അതിന് അനുബന്ധിച്ചുള്ള സൗകര്യങ്ങളായി പൊതുമാർക്കറ്റ്, സ്റ്റാളുകൾ, കുട്ടികൾക്കുള്ള കളിസ്ഥലം, പാർക്കിംഗ്, മൾട്ടിപർപ്പസ് ഹാൾ, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്, കളിസ്ഥലം, ആരോഗ്യ കേന്ദ്രം, ഫാർമസി തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ ടൗൺഷിപ്പിൽ വിഭാവനം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. 410 വീടുകളിൽ ആദ്യഘട്ടം എന്നോണം 178 വീടുകളാണ് ഇന്ന് സർക്കാർ കൈമാറുന്നത്. ദുരന്തം നടന്ന നാൾ മുതൽ വാക്കും പഴഞ്ചാക്കും ഒരുപോലെ എന്നതിനെ അനർത്ഥമാക്കിക്കൊണ്ട് പ്രതിപക്ഷവും ദുരന്തബാധിതരെ കള്ള വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കാൻ തുടങ്ങി. വാഗ്ദാനം നൽകി കബളിപ്പിക്കൽ മാത്രമല്ല, സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ തെറ്റാണെന്ന കള്ളക്കഥയും അവർ മെനഞ്ഞു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പലതരത്തിലുള്ള പിരിവുകളാണ് ഇക്കാലത്തിൽ നടന്നത്. കോടിക്കണക്കിന് രൂപ വയനാട്ടിലെ ദുരന്തബാധിതരായ ജനങ്ങളുടെ പേരിൽ അവർ സമ്പാദിച്ചു. പണം പിരിക്കാൻ ആപ്പ് പോലും അവർ നിർമ്മിച്ചു. സർക്കാരിന്റെ ദുരിതാശ്വാസ പദ്ധതിയിലേക്ക് പണം നൽകരുത് എന്ന നിർദ്ദേശവും കള്ളപ്രചരണത്തിലൂടെ അവർ നടത്തി. സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ വരുന്ന പണത്തിന് കണക്കില്ലെന്നും സർക്കാർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്നും അവർ പറഞ്ഞു നടന്നു. എന്നാൽ ഇന്ന് മാർച്ച് 1 ആ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ പോയിട്ട് ഒരു നല്ല സ്ഥലം കണ്ടെത്താൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരും നാളെ വരുമെന്ന് സ്ഥിരം പല്ലവി തുടരുന്നതല്ലാതെ പിരിച്ച പൈസയുടെ കണക്കോ മറ്റ് വിവരങ്ങളോ പുറത്തുവിടാനും അവർ തയ്യാറായിട്ടില്ല. എന്നാൽ സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണം നേരിൽ കണ്ട വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടതുപക്ഷ സർക്കാരിന് 100-ൽ 100 മാർക്കാണ്. അവർ നേരിൽ കാണുന്നുണ്ട് ആ വീടുകളുടെ നിർമ്മാണം. പ്രധാന കിടപ്പുമുറിയും 2 അനുബന്ധ മുറികളും, സിറ്റ് ഔട്ടും, സ്റ്റഡി റൂമും, ലിവിംഗ് റൂമും, ഡൈനിങ് ഏരിയയും, അടുക്കളയും, സ്റ്റഡി റൂമും ഉൾപ്പെടെ ഈ വീടുകളുടെ സൗകര്യം ദുരന്തബാധിതരെ സംബന്ധിച്ച് സ്വപ്ന തുല്യമാണെന്ന് അവർ തന്നെ പറയുന്നു. ദുരന്തബാധിതർക്ക് ലഭിക്കാവുന്ന വീടുകളിൽ വെച്ച് ഏറ്റവും നല്ല വീടുകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് കിട്ടിയതോടെ 15 ലക്ഷം രൂപ വാങ്ങി പിൻവാങ്ങിയവർ പോലും തങ്ങളെ വീണ്ടും സമീപിച്ച് പൈസ തിരിച്ചു നൽകാമെന്നും പകരം ടൗൺഷിപ്പിന്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞത് വയനാട് കളക്ടർ മേഘശ്രീ തന്നെ തുറന്ന് സമ്മതിച്ചതാണ്. ഇതിലൂടെ സർക്കാർ കെട്ടിപ്പടുത്തത് വീടുകൾ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിലൊരു വിശ്വാസത്തിന്റെ കൂടിയാണ്. വീണ്ടും ടൗൺഷിപ്പിന്റെ ഭാഗമാകാൻ താല്പര്യം അറിയിച്ചെത്തിയവരുടെ അപേക്ഷകൾ പരിഗണിക്കാനുള്ള നടപടികളും ഉണ്ടാകുമെന്ന് കളക്ടർ പറയുന്നുണ്ട്. ഇപ്പോൾ നിർമ്മിക്കുന്ന 410 വീടുകളിലൂടെ ഏകദേശം 1600-ലധികം പേരാണ് ഈ പാർപ്പിടങ്ങളിൽ താമസിക്കാൻ പോകുന്നത്. സ്ഥിരമായും സുരക്ഷിതമായും തങ്ങൾക്ക് താമസിക്കാൻ ടൗൺഷിപ്പ് തന്നെയാണ് ഏറ്റവും നല്ല സ്ഥലമെന്ന് പിരിഞ്ഞുപോയ പലരും സമ്മതിക്കുന്നുമുണ്ട്. വാസസ്ഥലം നൽകി താമസിപ്പിക്കുക എന്നതിലുപരി ഒലിച്ചുപോയ ഒരു നാടിനെ
അതുപോലെ പറിച്ച് ടൗൺഷിപ്പിലൂടെ ആ പഴയ ജീവിതം തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. പ്രതിപക്ഷം നാട് നീളെ കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടും ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ അത് കണ്ടറിഞ്ഞ് ജനങ്ങൾ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെ. വാക്കുപാലിച്ച സർക്കാരിനെ അവരുടെ നെഞ്ചോട് ചേർക്കുകയാണ്. ഇന്നവർ നിറഞ്ഞ മനസ്സോടെ സ്വന്തം വീടുകളിലേക്ക് കാലെടുത്ത് വെക്കും. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി.